അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി ഖൽഖില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഇസ്ലാം വളരെയേറെ പ്രാധാന്യം കൊടുത്ത ഒന്നാണ് വായ ശുദ്ധീകരണം. നമ്മളിൽ പലരും സുഹൃത്തുക്കളും കുടുംബക്കാരും മറ്റുമായി ഇടപഴകാൻ പോലും ബുദ്ധിമുട്ടുന്നവരാണ്. കാരണം ബ്രഷ് ചെയ്യുന്നതിൽ വരുന്ന വീഴ്ച മൂലം ഉണ്ടാകുന്ന വായനാറ്റം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വളരെ വലുതാണ്. മിസ്വാക്ക് ചില സന്ദർഭങ്ങളിൽ ശക്തിമത്തായ സുന്നത്തായ കർമ്മമായി അംഗീകരിച്ചിരിക്കുന്നുണ്ട്. ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോഴും വീട്ടിൽ പ്രവേശിക്കുമ്പോഴും ഉളുവിന്റെ സന്ദർഭങ്ങളിലും പതിവാക്കേണ്ട ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലൗല അൻ അശുക്ക അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്ക്. എൻ്റെ സമുദായത്തിൻ്റെ മേൽ ഞാൻ ബുദ്ധിമുട്ടായിട്ട് കാണുന്നില്ലായിരുന്നുവെങ്കിൽ എല്ലാ ഉളുവിൻ്റെ സന്ദർഭങ്ങളിലും മിസ്വാക്ക് കൊണ്ട് അവരോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു. മറ്റ് ശാരീരികമായ നേട്ടങ്ങളും ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. വായയെ സംശുദ്ധമാക്കുന്നു, മോണയെ ബലപ്പെടുത്തുന്നു, കഫക്കെട്ട് ഇല്ലാതാക്കുന്നു, ശബ്ദം തെളിയുന്നു, സംസാരത്തിന് ഒരു ഒഴുക്കുണ്ടാകുന്നു, നമസ്കാരത്തിനും ഖിറാഅത്തിനും ഉന്മേഷം ഉണ്ടാകും, ഉറക്കം നന്നാകും, റബ്ബ് തൃപ്തിപ്പെടും, മലക്കുകൾ അത്ഭുതപ്പെടും, നന്മകൾ അധികരിപ്പിക്കും. റക്അത്താനി ബിസ്സിവാക്ക് അഫ്ളലു മിൻ 70 റക്അത്തൻ ബിദൂനി സിവാക്ക്. മിസ്വാക്കോടുകൂടിയുള്ള 2 റക്അത്ത് നമസ്കാരം മിസ്വാക്ക് ചെയ്യാതെയുള്ള 70 റക്അത്ത് നമസ്കാരത്തെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ്. മിസ്വാക്കിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അറാക്കാണ്. ആദ്യമായി അറാക്ക് കൊണ്ട് മിസ്വാക്ക് ചെയ്ത് മാതൃക കാണിച്ചു തന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. വായ ശുദ്ധീകരണത്തിന് നാം പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് നാടിൻ്റെ മുക്കിലും മൂലയിലും ദന്താശുപത്രികൾ കൂടുകയാണ്. അസ്സിവാക്കു മത്ഹറത്തുൽ ഫമി മർളാത്തുൽ റബ്ബി. മിസ്വാക്ക് വായയെ ശുദ്ധീകരിക്കുന്നതും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതുമായ ഒന്നാണ്. ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ വായ ശുദ്ധീകരണവും ആരാധനയുടെ ഭാഗമാണ്. പ്രത്യേകിച്ച് അള്ളാഹുമായുള്ള മുനാജാത്തായ നമസ്കാരം ഈ കർമ്മത്തിന് മുന്നോടിയായി അംഗശുദ്ധീകരണം നടത്തുമ്പോൾ മുൻകൈ കഴുകിയതിനു ശേഷം വായ ശുദ്ധീകരണം അറാക്കോ അതുപോലുള്ള പരുക്കൻ വസ്തുക്കൾ കൊണ്ടോ ശുദ്ധീകരിക്കുക. ഈ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ പല രോഗങ്ങളിൽ നിന്നും രക്ഷപ്രാപിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിൽ ബർക്കത്തും അമലിൽ തൗഫീഖും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.